VC വിവാദം മുൻ ചെയ്തികൾ മറക്കരുത്. വളരെ മനോഹരമായ ഒരു പോസ്റ്റ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഇട്ടിട്ടുണ്ട്. അവർ അത് എനിക്ക് അയച്ചു തരികയും ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടുത്താൻ തീർച്ചയായിട്ടും ഗവർണറും സർക്കാരും ഒന്നിച്ചു നീങ്ങണം. അത് ഗവർണറുടെ ഭാഗത്തു നിന്നും അങ്ങനെ തന്നെ ഒരു സമീപനം ഉണ്ടാകണം, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ തന്നെ സമീപനം ഉണ്ടാകണം. ഗവർണറുടെ ജോലി ഇവിടെ വന്നിരുന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയം പറയലോ പ്രവർത്തിക്കലോ അല്ല. ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് ആശയപരമായി സപ്പോർട്ടില്ലാത്ത ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിൽ ഭരിക്കുന്നത്. BJPയുടെയും RSSൻ്റെയും സംഘപരിവാറുമായി ബന്ധപ്പെട്ട ആശയങ്ങളാണ് കേന്ദ്രത്തെ നയിക്കുന്നത്. ഇവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും വ്യത്യസ്ത മതവും വ്യത്യസ്ത ജാതിക്കാരും വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനമൊക്കെ അടങ്ങുന്ന വളരെ വ്യത്യസ്തമായ ഒരു മുന്നണിയാണ് കേരളത്തിൽ ഭരിക്കുന്നത്, UDF എന്ന മുന്നണി. ഇത് തമ്മിൽ ഒരിക്കലും ഉരസേണ്ടതല്ല. കേന്ദ്ര ഗവൺമെൻറ് നിരവധി പദ്ധതികൾ നടപ്പിലാക്കും. ആ പദ്ധതികളിൽ കേരളത്തിന് നന്മയുള്ള പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കണം. അപ്പോൾ ഗവർണറുടേതായ റോളിൽ ഇനി എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ ഉയരേണ്ടതുണ്ട്. ഗവർണർ രാഷ്ട്രീയം കളിക്കേണ്ട ആളല്ല, കളിക്കുന്നുവെന്ന അഭിപ്രായവും നമുക്കില്ല. അദ്ദേഹം ഒരു ജെന്റിൽമാൻ അപ്രോച്ചിൽ സ്റ്റേറ്റിൻ്റെ ഹെഡ് എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഗൈഡ് ചെയ്യേണ്ടുന്ന, അഡ്വൈസ് ചെയ്യേണ്ടുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫെസിലിറ്റേറ്ററും കോർഡിനേറ്ററും ഒക്കെ ആയി ഗവർണർ മാറണം. അങ്ങനെയാണ്. എന്നാലും അത് കൂടുതൽ പൊതുജനങ്ങൾക്ക് ബോധ്യം വരണം. അല്ലാതെ വന്ദേ മാതരത്തിൻ്റെ പേരിലൊക്കെ നടന്ന് അതെല്ലാ അവസരം ഗവർണർ പറഞ്ഞു, അങ്ങനെ ആവശ്യമില്ലാത്ത തർക്കത്തിലൊന്നും ഗവർണർ പോയില്ല. അതിലേക്ക് ഗവർണർ വരണം. അതുപോലെ തന്നെ ഗവൺമെൻറ്, റോജി എം ജോൺ വളരെ കൃത്യമായി പറഞ്ഞു, നമ്മൾ ഗവൺമെൻറ്റുമായി ഗുസ്തി പിടിക്കാൻ ഇത് മറ്റേ ഗുസ്തിപ്പുരയല്ല, അല്ലെങ്കിൽ ഗുസ്തിയുടെ ഗ്രൗണ്ടല്ല, ഒരു കോഡിയൽ റിലേഷനിലാണ് പോകേണ്ടത്. ഉന്നത വിദ്യാഭ്യാസത്തിൽ നമുക്ക് കാവ്യവൽക്കരിക്കാൻ ഗവർണർ ശ്രമിക്കുന്നുവെന്നും അതിനെതിരെ UDF സർക്കാർ ശക്തമായി പ്രതികരിക്കുന്നില്ല എന്നുമുള്ള മുൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ്റെ ആരോപണം ഒരു തമാശയാണ്. കഴിഞ്ഞ പ്രാവശ്യം 4 VCമാർ അവിടെ പോയി പ്രസംഗിച്ചു. ഈ RSSൻ്റെ പരിപാടിയിൽ പോയി, സംഘപരിവാറിൻ്റെ പരിപാടി പോയി പ്രസംഗിച്ചു. അപ്പോഴാണ് ഇവിടെ 3 VCമാർ പരിപാടിയിൽ കാണാൻ പോയതിന് പ്രതിപക്ഷം എതിർക്കുന്നത്. ഭരണപക്ഷത്തിൻ്റെ എതിർപ്പും മുഖ്യമന്ത്രിയുടെ എതിർപ്പും അവിടെ നിൽക്കട്ടെ, അത് അവർക്ക് ആശയപരമായ എതിർപ്പുണ്ട്. പക്ഷേ പ്രതിപക്ഷം ഇതിനകത്ത് കയറി എതിർക്കുന്നത് നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ 10 വർഷമായി രാഷ്ട്രീയ അതിപ്രസരം കൊണ്ടും സ്വജനപക്ഷപാതം കൊണ്ടും ശ്വാസം മുട്ടിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർത്തത് ആരാണെന്ന് നമ്മൾ പിറകിലോട്ടൊന്ന് നോക്കുന്നത് നന്നായിരിക്കും. മൂക്കത്ത് വിരൽ വയ്ക്കുന്നതും വളരെ നന്നതായിരിക്കും. നിരവധി നവോത്ഥാന പദങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ സംഭാവന ചെയ്ത വിജയൻ തനിക്കെതിരെ നിൽക്കുന്നവരെ അഭിസംബോധന ചെയ്യുന്ന പദങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തെയൊക്കെ ബിനാമി എന്ന് വിളിക്കുന്നത് ഒരു കാര്യമില്ല എന്നൊക്കെ പോട്ടെ. എന്തായാലും അതവിടെ നിൽക്കട്ടെ. യഥാർത്ഥത്തിൽ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസിനെ പോലും കബളിപ്പിക്കാൻ ഒരു മടിയില്ലാത്ത രീതിയിലാണ് കഴിഞ്ഞ ഗവൺമെൻറ് തീരുമാനിച്ചത്, അല്ലെങ്കിൽ ചെയ്ത ചെയ്തികൾ. ഡോക്ടർ MS രാജശ്രീയുടെ നിയമനം വളരെ വലിയ വിവാദമായിട്ടുള്ളൊരു നിയമനമാണ്. അത് KT യൂണിവേഴ്സിറ്റിയുടെ, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ, സാങ്കേതിക സർവകലാശാലയുടെ VC നിയമനവുമായി ബന്ധപ്പെടുത്തി വിദ്യാഭ്യാസത്തിൽ ഏറ്റവും വലിയ നാണക്കേടാണ് അന്നുണ്ടായത്. അതുപോലെ തന്നെ രാജശ്രീ നിയമനം സുപ്രീം കോടതി വോയിഡ് അബിനീഷ്യോ തുടക്കം മുതൽ അസാധുവോ ആയി പ്രഖ്യാപിച്ച് റദ്ദാക്കിയ ചരിത്ര വിധിന്യായത്തിൻ്റെ പ്രഹരം ഏറ്റുവാങ്ങേണ്ടി വന്നതും ഒരു ഗവൺമെൻറ്റാണ്, മുൻ ഗവൺമെൻറ്റാണ്. നമ്മൾ മറന്നു പോകരുത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൂടിയായ അന്നത്തെ കേരള ഗവർണർ ജസ്റ്റിസ് P സദാശിവത്തെ തെറ്റിദ്ധരിപ്പിച്ചും നിയമങ്ങൾ കാറ്റിൽ പറത്തിയും തനിക്ക് താൽപ്പര്യമുള്ളവരെ VCമാരെ നിയമിക്കാൻ ഗവർണറുടെ സമ്മർദ്ദം ചെലുത്തിയത് പിണറായി വിജയനായിരുന്നു. സംസ്ഥാനത്തെ തലവൻ കൂടിയായ മുൻ ചീഫ് ജസ്റ്റിസിനെ തന്നെ സ്വന്തം ഭരണകൂടം കബളിപ്പിച്ച ചരിത്രം ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. അതിനേക്കാളൊക്കെ മനോഹരമായിരുന്നു കണ്ണൂർ സർവകലാശാലയിൽ VC ആയിരുന്ന ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനെ പുനർനിയമനം നൽകുന്നത്. ചട്ടവിരുദ്ധമാണെന്ന് ഉറച്ച നിലപാടെടുത്ത ആരിഫ് മുഹമ്മദ് ഖാനോട് തൻ്റെ നാട്ടിലെ സർവകലാശാലയിൽ തനിക്ക് വേണ്ടപ്പെട്ടയാളെ VCയായി നിയമിക്കാൻ സന്ധി ചെയ്ത മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. എന്നാൽ അന്ന് സുപ്രീം കോടതി വിധിയിലൂടെ സ്വന്തക്കാരനെ VCയെ പുറത്താക്കി എന്നുള്ളതാണ് ചരിത്രം. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ സുപ്രീം കോടതി പോയി വിധി സമ്പാദിച്ചുകൊണ്ട് ഗോപിനാഥൻ രവീന്ദ്രനെ പുറത്താക്കി. മുഖ്യമന്ത്രി ദുരിതാശ്വാസ ദുർവിനിയോഗത്തിനെതിരെ ഫയൽ ചെയ്ത ഹർജിയിൽ സഹമന്ത്രിമാരായിരുന്ന KT ജലീലിൻ്റെ രാജി അനുഭവം ആവർത്തിക്കപ്പെടുമെന്ന് ഭയന്ന് സ്വന്തം ചികിത്സാർത്ഥം അമേരിക്കയിലായിരുന്നപ്പോൾ ഓൺലൈനിലൂടെ മന്ത്രിസഭ വിളിച്ചു ചേർത്ത് ലോകായുക്ത നിയമം അപ്പാടെ ഭേദഗതി ചെയ്തുവെങ്കിലും ഒപ്പുവയ്ക്കാൻ വിസമ്മതിച്ച ഗവർണറെ അമേരിക്കയിൽ നിന്ന് മടങ്ങിവന്ന് വെള്ളപൂശി അംഗീകരിച്ച മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നുള്ള ആരോപണവും ഈ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻകാർ വെക്കുന്നുണ്ട്, ഫോറംകാർ വെക്കുന്നുണ്ട്. സ്വന്തം അഴിമതികൾ മൂടിവെക്കാനുള്ള കാര്യം. അധ്യാപക സംഘടന അംഗങ്ങളായിരുന്ന CT അരവിന്ദകുമാറിനെ MG സർവകലാശാലയിലും
CR പ്രസാദിനെ മലയാള സർവകലാശാലയിലും ഗീതാകുമാരിയെ സംസ്കൃത സർവകലാശാലയിലും താൽക്കാലിക VC-മാരെ നിയമിക്കാൻ ഗവർണറുമായി പിൻവാതിലിലൂടെ സന്ധി ചെയ്തത് മുൻ മുഖ്യമന്ത്രി ആയിരുന്നു. കണ്ണൂർ VC-യുടെ താൽക്കാലിക നിയമനം RSSന് വിട്ടുകൊടുക്കാൻ ഒരു വിസമ്മതവുമില്ലായിരുന്നു. അപ്പോൾ വലിയ അഡ്ജസ്റ്റ്മെൻറ്റുകളും ഒത്തുതീർപ്പുകളും 10 വർഷക്കാലം VC-മാരുടെ കാര്യത്തിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തിലും നടന്നു എന്നാണ് ഇവരുടെ ആക്ഷേപം. അങ്ങനെ നടത്തിയ ഒരു ഗവൺമെൻറ്, അതിൻ്റെ ചാമ്പ്യനായിരുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ 28 മാസം പ്രായമുള്ള കുഞ്ഞങ്ങോട്ട് ജനിച്ചു വന്ന കുഞ്ഞിനെ അത് വളർന്നു പോലുമില്ല, വളർന്നു വരുന്ന അതിൻ്റെ ബാലാരിഷ്ടത പോലും കഴിയുന്നതിന് മുമ്പ് തന്നെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡിജിറ്റൽ സർവകലാശാലയിൽ നടന്നതിന് C&AG ആഡിറ്റ് കണ്ടെത്തിയ കോടികളുടെ ക്രമക്കേട് മൂടിവെക്കുന്നതിന് സ്വന്തക്കാരനായ ഡോക്ടർ സജി ഗോപിനാഥിന് പുനർനിയമനം നൽകി നിയമിക്കാൻ ഗവർണറുമായി പരസ്യ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതും ആരാണ് എന്നൊരു ചോദ്യമുണ്ട്. അതിനുവേണ്ടി SFIയുടെയും CPM സംഘടനയുടെയും നാളുകളോളം സർവ്വശക്തിയോടെ എതിർത്ത ഡോക്ടർ സിസ തോമസിനെ സാങ്കേതിക സർവകലാശാല VC-ആക്കാൻ സമ്മതിച്ച് ഒത്തുതീർപ്പിന് വഴങ്ങാൻ ഉളുപ്പില്ലാത്ത ഒരു മുഖ്യമന്ത്രിയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലെ സ്വന്തം പാർട്ടി താല്പര്യങ്ങൾ VC നിയമനത്തിലൂടെയും പ്രൊഫസർമാരുടെ നിയമനങ്ങളിലും മാർക്ക്ദാന തട്ടിപ്പുകളിലും മുഴുകി ഉന്നത വിദ്യാഭ്യാസത്തെ തകർത്ത് LDF സർക്കാരാണ് തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ തിരഞ്ഞുപിടിച്ച് സിൻഡിക്കേറ്റ് അക്കാഡമിക് സമിതികൾ, ബോർഡ് ഓഫ് സ്റ്റഡീസ് എന്നിവയിൽ നിയമിക്കുക, വാഴക്കുല വരെ ഗവേഷണ പ്രബന്ധമാക്കി അവതരിപ്പിച്ച വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാക്കൾക്ക് ഡോക്ടറേറ്റ് നൽകുക, യൂണിവേഴ്സിറ്റി അധ്യാപകരെയും മന്ത്രിമാരുടെയും പാർട്ടി ഭാര്യമാരെയും സ്വന്തക്കാരെയും നിയമിക്കുക, സ്വന്തം പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യ UGC ചട്ടങ്ങൾ വിരുദ്ധമായി പ്രൊഫസർ പദവി നൽകുക, അക്കാഡമിക് തട്ടിപ്പുകൾ എന്നിവ തുടങ്ങിയ അരങ്ങേറിയതെല്ലാം കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തായിരുന്നു എന്നുള്ളൊരു വാദം ഇവർ വയ്ക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിൽ യോഗ്യതയില്ലാത്തവരെയും ഇടത് പാർട്ടി അനുഭവങ്ങളെയും PS അംഗങ്ങളായും ഇൻഫർമേഷൻ കമ്മീഷണർമാരായും ഓംബുഡ്സ്മാനായും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായും നിയമിക്കാനുള്ള മുൻ സർക്കാരിൻ്റെ നീക്കവും ഗവർണറെ ബോധ്യപ്പെടുത്തി തടഞ്ഞത് സേവ് യൂണിവേഴ്സിറ്റി സമിതിയായിരുന്നുവെന്നത് ഒരു യാഥാർത്ഥ്യമല്ലേ? അപ്പോൾ ഇങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴാണ് ഉന്നത വിദ്യാഭ്യാസത്തിലുണ്ടാകുന്ന ജനവിരുദ്ധതകൾക്കെതിരെ പൊതുജനങ്ങളെ ശക്തമായി ഇവിടെ ഞങ്ങൾ ഉണ്ടാകും എന്ന് പറയുകയും, എന്നാൽ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഗവർണറുമായും ഉള്ള നടപടികളുമായും ഒരു വശത്ത് വിവാദം, മറ്റൊരു വശത്ത് ഒത്തുതീർപ്പ്, ആ നിലയിലേക്ക് പോകുന്ന ഒരു സംവിധാനമുണ്ടായിരുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ 3 VC-മാർ RSSൻ്റെ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളത് പറഞ്ഞുകൊണ്ട് തർക്കത്തിന് വരുന്നതിൽ ഒരു യുക്തിയുമില്ല എന്നാണ് പറയുന്നത്. VC-മാരുടെ വിവാദം വരുമ്പോൾ കഴിഞ്ഞ കാലം മറക്കരുത് എന്നാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻകാർ ഓർമ്മിപ്പിക്കുന്നത്.